റീച്ചർ ആമസോൺ പ്രൈമിൻ്റെ സീരീസാണ്. സെക്കൻഡ് സീസണിൻ്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ ഓൾറെഡി ഈ ഒരു സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് സീസണെ പറ്റിയിട്ടും സെക്കൻഡ് സീസണിൻ്റെ തുടക്കത്തെ പറ്റിയിട്ടും റീച്ചറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. സെക്കൻഡ് സീസൺ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പം 2 സീസണിലായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 16 എപ്പിസോഡുകളാണുള്ളത്. രണ്ടാം സീസണിൽ 8 എപ്പിസോഡ്, ഫസ്റ്റ് സീസണിൽ 8 എപ്പിസോഡ്. അപ്പം ഈ ഒരു ഫസ്റ്റ് സീസൺ കണ്ടതിന് ശേഷം സെക്കൻഡ് സീസൺ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയ മൈന്യൂട്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാണാതെ കണ്ടാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ചെറിയ ഡീറ്റെയിൽസിനുള്ള പ്രശ്നങ്ങളെ വരുള്ളൂ. സെക്കൻഡ് സീസൺ വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്നു എന്ന് വേണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെയും കാണാവുന്ന ഒരു സീരീസാണ് ഈ ഒരു റീച്ചർ എന്ന് പറയുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിൽ പോകുന്നൊരു സീരീസാണ്. അടിപൊളി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സീരീസ്. അലൻ റിച്ചിൻസൺ ആണ് ഇതിനകത്തെ റീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ബോൺ ടു ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ജനിച്ച ചില നടന്മാരുണ്ട്. അങ്ങനെ ഒരു നടനാണ് അലൻ റിച്ചിൻസൺ. കാരണം ഒരു ബൾക്കി ഫീലുള്ള ഒരാളാണ് ആക്ച്വലി റീച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറും അത് തന്നെയാണ്, ഈ ഒരു ആക്ടറും അത് തന്നെയാണ്. കറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇതാണ് റീച്ചർ നമുക്ക് തോന്നിപ്പോകും. നമ്മൾ ഓൾറെഡി ടോം ക്രൂസിൻ്റെ ഒരു റീച്ചർ കണ്ടുണ്ട്. ടോം ക്രൂസ് ഇസ് എ ബെസ്റ്റ് ആക്ടർ, നമ്മുടെ എല്ലാ ഫേവറേറ്റ് ആക്ടറാണ്. പക്ഷേ ആ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു റീച്ചർ കാണുന്ന സമയത്ത് ആ റീച്ചറിനേക്കാളും എന്തുകൊണ്ട് ബെറ്റർ റീച്ചർ ഇതാണ് എന്നുള്ളൊരു ഫീൽ വരും. അത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വില്ലന്മാരുടെ അടുത്തും ഒരു ഇതും ഇല്ലാണ്ട് നേരെ കയറി ചെന്ന് ഫൈറ്റ് എടുക്കുന്ന ഒരാളാണ്. ഒരു എക്സ് മിലിറ്ററിയാണ്. ഭയങ്കര ബൾക്കി ഫീൽ. ഒരു നോർമൽ ഹ്യൂമനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു മനുഷ്യനാണ് റീച്ചർ. അപ്പം ഈ ഒരു സീരീസിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെക്കൻഡ് സീസണിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീച്ചറിൻ്റെ പഴയ എക്സ് മിലിറ്ററി ക്രൂ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു, 9/11 എന്ന് പറയുന്ന ഒരു ടീം. ആ ഒരു ടീമിലെ 2-3 ആൾക്കാർ, അവരുടെ ക്രൂ മെമ്പേഴ്സ് മർഡർ ചെയ്യപ്പെടുന്നു. അതന്വേഷിച്ച് പോകുന്ന റീച്ചറിൻ്റെ ടീമുമാണ് ഈ ഒരു സീരീസിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു മർഡർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആരാണ് ഇതിന് പിന്നിൽ, എന്തിനാണ് ഇവരെയൊക്കെ കൊല്ലുന്നത്, ഈ ഒരു ടീമിനെ എന്തിനാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, ഇവരുടെ ഫ്രണ്ട്സിനെ കൊല്ലുന്നത് എന്തിനാണ് എന്നൊക്കെ ഇവർ അന്വേഷിക്കുന്നു. അത് കണ്ടുപിടിക്കുന്നു. ഇവരുടെ ബാക്കിയുള്ളവരെ സേഫ് ആക്കുക, കൊന്നവരോടുള്ള പ്രതികാരം ചെയ്യുക, അവരെ കൊല്ലുക, അതൊക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് പോകുന്നത്. അപ്പം നമ്മൾ യൂഷ്വലി സാധാരണ കാണുന്ന സീരീസുകളിൽ വില്ലന്മാരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ റീച്ചറൊക്കെ ഒന്നുമില്ല. തൻ്റെ ഫ്രണ്ട്സിനെ കൊന്ന് റിവെഞ്ച് എടുക്കുക, തട്ടുക, ഒരു ആക്ഷനും ഇല്ലാതെ കൊന്നു കളയുന്ന ഒരാളാണ്. അപ്പം ഒരു വാണ്ടറായിട്ട് നടക്കുന്ന, ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ, തൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാവുന്ന ഒരു വ്യക്തി. അപ്പം ഇത് ഭയങ്കര ഫസ്റ്റ് സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സീസൺ കുറച്ചും കൂടെ ഒരു സ്ലോ പേസിൽ പോകുന്ന, ഫസ്റ്റ് സീസണിൻ്റെ അത്രയും ഒരു അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഫസ്റ്റ് സീസണാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് സീസൺ നൈസാണ്. സെക്കൻഡ് സീസണിൽ കുറച്ചും കൂടെ റീച്ചറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പം നീലി എന്ന് പറയുന്ന ക്യാരക്ടർ ഫസ്റ്റ് സീസണിലുണ്ട്. സെക്കൻഡ് സീസണിൽ ഫസ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡ് വരെ ഭയങ്കര മെയിൻ ക്യാരക്ടറായിട്ട് ഇരിക്കുന്നു. അതേപോലുള്ള കൂടെ നിൽക്കുന്ന 2-3 ക്യാരക്ടേഴ്സ്, അവരെല്ലാം കൂടെ നിന്നിട്ട് റീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നു. റീച്ചർ എങ്ങനെ ഇവരെല്ലാം സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു മർഡർ ചെയ്യുന്നത്, എന്തിനാണ് മർഡർ ചെയ്യുന്നത്, ഇല്ലീഗൽ വെപ്പൺ, ക്യാഷ്, കുറേ പൈസ, അങ്ങനെ ഒക്കെ പോകുന്ന ഒരു സീരീസ്. അതേപോലെ തന്നെ ഇതിനെല്ലാം റിവെഞ്ച് എടുത്തിട്ട് ഇവരുടെ ഒരു ടീമിനെ ഏത് നിലയിലെത്തുന്നു, ഇവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കുന്നത്. പിന്നെ യൂഷ്വലി തീർന്ന ഹാപ്പി എൻഡിങ്ങിൽ തീർന്നു പോകുന്ന ഒരു അവസാനത്തെ എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റായി. ഒരു ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു ഇൻറ്റൻസ് ഫൈറ്റ് എന്നൊക്കെ പറയേണ്ട ഒരു സാധനം വരുന്നത്. അപ്പം ലാസ്റ്റ് എപ്പിസോഡ് നമ്മളിങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഇനി എന്ത് സംഭവിക്കും, ഇതെങ്ങനെ തീരും എന്നുള്ളൊരു സാധനം ആ ഒരു ലാസ്റ്റ് എപ്പിസോഡായപ്പം നമുക്ക് ഫീൽ ചെയ്തു. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ സ്ലോ പേസിൽ പോയിട്ട് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷൻ വന്നിട്ട് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കണ്ടു തീർക്കുന്ന ഒരു സീരീസാണ് റീച്ചർ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ആക്ഷൻ ത്രില്ലറുകൾ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ആയിരിക്കും. കാരണം ഒരു ടൈം വേസ്റ്റ് ചെയ്തൊന്നും ഈ ഒരു സീരീസിനെ പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും ഇമ്പാക്റ്റ് തരുന്ന ഒരു സീരീസ്, അത്ര നമ്മളെ എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ് റീച്ചർ.